السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാൻ മുന്നിലെത്തി നിൽക്കുന്ന ഈ സന്തോഷകരമായ അനുഗ്രഹീതമായ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാവിലെ അൽഹംദുലില്ലാ ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ, അതും മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ പരിശുദ്ധ ഖുർആൻ ഓതി, ദിക്റ് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ദുആ ചെയ്യുന്നതിൻ്റെ ഒരു വാർഷിക പരിപാടിയിൽ ഒരുമിച്ച് കൂടിയവരാണ് നാം. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും അടക്കങ്ങളും എല്ലാ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു വിദ്യാർത്ഥിക്ക്, അതുപോലെ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്ന ഒരു വിദ്യാർത്ഥിക്കും നാം സ്നേഹാദരവ് നൽകി. അല്ലാഹു ആ രണ്ട് മക്കൾക്കും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമുക്കും എല്ലാ രംഗങ്ങളിലും സർവ്വ വിജയങ്ങളും നൽകുമാറാകട്ടെ. മനുഷ്യരായ നാം എല്ലാ സൃഷ്ടികളും നമുക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ച് തന്നിട്ടുള്ളതാണ്. വൽ അൻആമ ഖലഖഹാ ലക്കും, കന്നുകാലികൾ നിങ്ങളുടെ നന്മക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങളുടെ നന്മക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതാണ്. ഈ ഭൂമി തന്നെയും
മനുഷ്യ നന്മക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ സൃഷ്ടികളെയും നമ്മുടെ നന്മക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന റബ്ബ് നമ്മെ സൃഷ്ടിക്കുമ്പോൾ ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ദൗർബല്യം ഉണ്ട്. നമ്മളൊരു തികഞ്ഞ ആളുകളാണ് എന്ന ധാരണ നമുക്കുണ്ടെങ്കിൽ ആ ധാരണ ഒരിക്കലും ശരിയല്ല. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ അറിവില്ല. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. സട്ടാവായ അല്ലാഹുവാണ് എല്ലാം അറിയുന്നവൻ. എൻ്റെ തലയിൽ എത്ര രോമമുണ്ട് എനിക്ക് അറിയില്ല. എൻ്റെ താടിയിൽ എത്ര രോമമുണ്ട് എനിക്ക് അറിയില്ല. എൻ്റെ മീശയിൽ എത്ര രോമമുണ്ട് എനിക്ക് അറിയില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ എവിടെയെല്ലാം ഏതെല്ലാം നാഡിഞരമ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് അറിയില്ല. എല്ലാം ലോകസട്ടാവായ അല്ലാഹുവിന് അറിയും. നമുക്ക് ചുരുങ്ങിയ അറിവ് മാത്രമാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, ഹൽ തഅലമു, നിങ്ങൾക്കറിയാമോ, നിങ്ങളെക്കാൾ വിവരമുള്ള ആരെങ്കിലും അറിയാമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലാ, എനിക്ക് അറിയില്ല. അറിയാത്തത് അറിയില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല. മൂസാ നബിയേക്കാൾ വിവരമുള്ള ആരെയും മൂസാ നബി അലൈഹി സ്വലാമിന് പരിചയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിങ്ങളെക്കാൾ അറിവുള്ള വേറെ ഒരു വ്യക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും എന്ന് അതിന് അർത്ഥം ഇല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാത്ത ചില കാര്യങ്ങൾ അറിയുന്ന വേറെ ഒരു വ്യക്തിയുണ്ട് എന്നർത്ഥം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു വ്യക്തിയുണ്ട് എന്ന് കേൾക്കുമ്പോ നിഷ്കളങ്ക മനസ്ഥിതിയുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ ചോദിക്കുന്നത്, അദ്ദേഹത്തെ സമീപിക്കാൻ എന്താണ് വഴി? അല്ലാതെ എന്നെക്കാൾ വലിയൊരു വിവരമുള്ള ആൾ ഉണ്ടാകാൻ പാടില്ല എന്ന അഹങ്കാരം അല്ല, മറിച്ച് താഴ്മയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിക്കാൻ എന്താണ് വഴി? അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തെരഞ്ഞു പോകാൻ ഓർഡർ ചെയ്യുന്നതും ഒരു മത്സ്യത്തെ പിടിച്ച് കൊട്ടയിലിട്ട് യാത്ര ചെയ്യുന്നതിനിടയിൽ മത്സ്യം തുള്ളിപ്പോകുന്നത് എവിടെയാണോ അവിടെ അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്ന് അറിയിക്കുന്നതും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടുകാരനായി യൂശൈ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടി ആ യാത്ര തുടരുന്നതും നമ്മൾ അൽ കഹ്ഫ് സൂറത്തിൽ ഓതുന്ന ചരിത്രമാണ്. എല്ലാ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും അൽ കഹ്ഫ് സൂറത്തോതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ചുരുങ്ങിയത് 3 തവണയെങ്കിലും ഓതൽ പ്രത്യേകം പുണ്യമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുണ്യമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർദ്ദേശമനുസരിച്ച് യാത്ര ചെയ്ത് വഴിക്ക് വെച്ച് മത്സ്യം തുള്ളിപ്പോയി. മൂസാ നബി അലൈഹിസ്സലാം വിശ്രമത്തിലായിരുന്നു.
അത് പറയാൻ കൂട്ടുകാരനായ യൂസ അലൈഹിസ്സലാത്തു വസ്സലാം മറന്നുപോയി. ശേഷം വീണ്ടും അവർ യാത്ര തുടർന്നു. പക്ഷേ ഇതുവരെയുള്ള യാത്ര ആവശ്യത്തിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. മത്സ്യം തുള്ളിപ്പോയതിനു ശേഷമുള്ള യാത്ര യഥാർത്ഥത്തിൽ ആവശ്യത്തിനുള്ളതല്ല. അത് മറന്നതിന്റെ പേരിൽ നടന്ന ഒരു യാത്രയാണ്. അങ്ങനെ അല്പം അങ്ങോട്ടെത്തുമ്പോൾ ക്ഷീണം തോന്നി, വിശ്രമത്തിനിറങ്ങി. അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുമ്പോൾ മത്സ്യം തുള്ളിപ്പോയ വിവരം ഓർമ്മയിൽ വന്നു. യൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറ. അത് അങ്ങയോട് പറയാൻ എന്നെ ശൈത്താൻ മാത്രമാണ് മറപ്പിച്ചത് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, മൂസാ നബി അലൈഹിസ്സലാമിനും അറിയാം, യൂസ നബി അലൈഹിസ്സലാമിനും അറിയാം, എല്ലാവർക്കും അറിയാം, വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, എല്ലാ നന്മയും തിന്മയും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അഥവാ അല്ലാഹുവാണ് എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ. യൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് മർദിയെ സൃഷ്ടിച്ചു കൊടുത്തത് ശൈത്താനല്ല, അല്ലാഹുവാണ്. പക്ഷേ ശൈത്താൻ അതിന് നിമിത്തമാണ്. അതുകൊണ്ട് പറഞ്ഞ വാക്കാണ് വമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറ. ശൈത്താൻ മാത്രമാണ് എന്നെ മറപ്പിച്ചത്. അതിനർത്ഥം അല്ലാഹു അല്ല, അല്ലാഹു സൃഷ്ടിച്ചതല്ല എന്നല്ല. നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോ ഈ മരുന്ന് മാത്രമാണ് എന്റെ രോഗം മാറ്റിയത് എന്ന് പറയും. ചിലപ്പോൾ ആ ഡോക്ടർ മാത്രമാണ് എന്റെ രോഗം മാറ്റിയത് എന്ന് പറയും. അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യൻ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ മരുന്ന് അതിന് നിമിത്തമായി എന്നാണ്, ആ ഡോക്ടർ നിമിത്തമായി എന്നാണ്. രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ് എന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയത്തിന്റെ വിരുദ്ധനല്ല ആ മുസ്ലിം. അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ മന്ത്രിക്കുന്ന ഒരു മന്ത്രമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തലവേദന വരുമ്പോൾ ഒരു ജൂതനെ കൊണ്ട് ഒരു നൂല് മന്ത്രിച്ച് കെട്ടി. തലവേദനക്ക് ഭേദമുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ നൂല് മന്ത്രിച്ച് കെട്ടിയത് കണ്ടു. ചോദ്യം ചെയ്തപ്പോൾ യഹൂദി മന്ത്രിച്ച നൂലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അറുത്തു കളഞ്ഞു. ഇബ്നു മസ്ഊദിന്റെ കുടുംബത്തിന്, ഫാമിലിക്ക് ശിർക്കിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അറുത്തു കളഞ്ഞു. കാരണം ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്ന, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അസ്മാകൾ ചൊല്ലുന്ന, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന, അല്ലെങ്കിൽ അതുപോലുള്ള മുഅല്ലമായ വിഷയങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു പണ്ഡിതന്റെ മന്ത്രം അല്ല, അങ്ങനെയുള്ള ഒരു സയ്യിദിന്റെ മന്ത്രം അല്ല. ഇതൊരു യഹൂദിയുടെ മന്ത്രമാണ്. യഹൂദി ശിർക്കിന്റെ ആളാണ്. അതുകൊണ്ട് അവന്റെ മന്ത്രത്തെ അംഗീകരിക്കാൻ നിർവാഹം ഇല്ല. അതുകൊണ്ടാണ് അറുത്തു കളഞ്ഞത്. അപ്പൊ ആ സ്ത്രീ ചോദ്യം ചെയ്തു, എനിക്ക് ആ നൂല് കെട്ടുമ്പോൾ തലവേദന മാറാറുണ്ടല്ലോ, സുഹൃത്തുക്കളെ ഫലം കിട്ടുന്നു എന്നതിന്റെ പേരിൽ വിഷയം അംഗീകരിക്കാൻ പറ്റുമോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊരു ശൈത്താൻ ഉണ്ടാക്കുന്ന വേദനയാണ്. ആ ശൈത്താനിനെ സ്വാധീനിക്കുന്ന വാചകങ്ങൾ പറഞ്ഞാൽ ഈ യഹൂദി ആ വാചകം പറഞ്ഞ് ജപിച്ചാൽ ശൈത്താൻ തൽക്കാലം മാറി നിൽക്കും, നിന്റെ വേദന കുറയും. പിന്നീട് വീണ്ടും അത് വരും. അതുകൊണ്ട് അങ്ങനെ തലവേദന മാറുന്നു എന്നതുകൊണ്ട് അതിന് അംഗീകാരം കൊടുക്കാൻ പറ്റില്ല. നിനക്ക് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മന്ത്രം പഠിപ്പിച്ചു തരാം. അതാണ് അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. അല്ലാഹുവേ, അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക.
പ്രയാസങ്ങൾ നീ നീക്കിത്തരണം അല്ലാ. റബ്ബന്നാസ്, മനുഷ്യരുടെ റബ്ബാണ് നീ. നീ എന്റെ പ്രയാസം നീക്കിത്തരണം അല്ലാ. ഇശ്വി അന്ത ഷാഫി, നീയാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, വേറെ ആരും ഇല്ല. നീ എന്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് തുടങ്ങുന്ന മന്ത്രം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പം മന്ത്രം ഉണ്ട്, അനുവദനീയമായതുണ്ട്, അനുവദിക്കപ്പെടാത്തതും ഉണ്ട്. അനുവദനീയമായ മന്ത്രമാണ് സാലിഹീങ്ങളും അമ്പിയാക്കളും സാലിഹീങ്ങളും ആലിമീങ്ങളും ഒക്കെ മന്ത്രിക്കുന്ന മന്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ ഹദീസിൽ പറഞ്ഞത് അല്ലാഹു മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ എന്നാണ്. ഖുർആനും പറഞ്ഞത് ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ എന്നെ അല്ലാഹു സുഖപ്പെടുത്തുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, ഇവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് അത് പറഞ്ഞത്. വലിയ അദബുള്ള വാക്കാണത്. എന്റെ റബ്ബ് എനിക്ക് രോഗം തന്നാൽ എന്ന് പറഞ്ഞില്ല, എനിക്ക് രോഗമായാൽ എന്നാണ് പറഞ്ഞത്. ഇതാ മരിത്തു, ഞാൻ രോഗിയായാൽ. കാരണം അല്ലാഹുവിലേക്ക് എപ്പോഴും നല്ലത് മാത്രം ചേർത്ത് പറയുക എന്നതാണ് അദബ്. അതേസമയത്ത് ഹുവ യശ്ഫീൻ, രോഗം സുഖപ്പെടുത്തുക എന്ന ആ അനുഗ്രഹം അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. എനിക്ക് ശമനമുണ്ടാകുന്നു എന്നല്ല പറഞ്ഞത്. ഹുവ യശ്ഫീൻ, അല്ലാഹു എന്നെ സുഖപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു അദബിന്റെ വാചകമാണ്. ഏതായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞു വന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് രോഗം സുഖപ്പെടുത്തുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ആ ഡോക്ടർ എന്റെ രോഗം സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ഈ മരുന്ന് എന്റെ രോഗം സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ മരുന്ന്, ആ ഡോക്ടർ അതിന് കാരണമായി എന്നാണ്. രോഗം സുഖപ്പെടുത്തുന്നത് ഡോക്ടറാണ് എന്ന് ഒരിക്കലും ഒരു മുസ്ലിമും വിശ്വസിക്കൂല, മരുന്നാണെന്ന് വിശ്വസിക്കൂല. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു മാത്രമാണ്. ഇത് പഠിച്ച മുഅ്മിനീങ്ങളാണ് നമ്മൾ. ആരാണ് മറദിയെ സൃഷ്ടിക്കുന്നവൻ? അല്ലാഹുവാണെന്ന് ഉറപ്പാണ്. എന്നിട്ടും അല്ലാഹുവിലേക്ക് മറദിയെ ചേർത്ത് പറയാതെ ശൈത്താനിലേക്ക് ചേർത്ത് പറഞ്ഞു യൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അത് വലിയ അദബുള്ള വാചകമാണ്. ശൈത്താൻ മാത്രമാണ് എന്നെ മറപ്പിച്ചു കളഞ്ഞത് എന്നാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത്. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ സംസാരിക്കുമ്പോൾ പല സംസാരങ്ങളും സംസാരിക്കുക. അത് കേൾക്കുമ്പോഴേക്ക് അവൻ അള്ളാഹുവിന് അധികാരമില്ലെന്ന് പറഞ്ഞുവെന്നോ, അള്ളാഹുവിന്റെ സ്ഥാനത്തിന് അവൻ വിശ്വസിക്കാതിരുന്നുവെന്നോ, അള്ളാഹു അല്ല ചെയ്യുന്നത് മറ്റൊരാളാണെന്ന് വിശ്വസിച്ചുവെന്നോ, അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ പാടില്ല. ചിലപ്പോൾ പറയും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു കാത്തു, ബദരീങ്ങൾ കാത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സഹായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അതിൽ ഇടപെട്ടു. ഇടപെടൽ രണ്ട് വിധമുണ്ട്. ഒന്ന്, ഇടപെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗശമനം വാങ്ങിച്ചു കൊടുക്കലുണ്ട്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിൽ പ്രവർത്തിച്ചുകൊണ്ട് രോഗം സുഖപ്പെടുത്തി കൊടുക്കലും ഉണ്ട്. തടകിക്കൊടുത്തുകൊണ്ട് രോഗം സുഖപ്പെടുത്തിയത് ഹദീസിൽ കാണാം. തുപ്പിയിട്ട് ഉമിനീര് മുഖേന രോഗം സുഖപ്പെടുത്തി കൊടുത്തത് കാണാം. അതുപോലെ ധാരാളം സംഭവങ്ങൾ കാണാം. സുഹൃത്തുക്കളെ, അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കുന്നു, ബദരീങ്ങൾ സഹായിക്കുന്നു, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സഹായിക്കുന്നു. അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തും അവർ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷവും അവരുടെ സഹായം നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണല്ലോ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ വിശ്വസിച്ചു വരുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറഞ്ഞത് കാണാം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയെ അങ്ങേക്ക് സലാം എന്ന് നിസ്കാരത്തിൽ പറയുമ്പോൾ
മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹി സലാം. ആര് എവിടെ നിന്ന് എൻ്റെ ഉമ്മത്തുകളിൽപ്പെട്ടവർ എനിക്ക് സലാം പറഞ്ഞാലും ഞാനത് മടക്കും. അതെന്റെ വഫാത്തിന് ശേഷവും മടക്കാനുള്ള സംവിധാനം എനിക്ക് എൻ്റെ റബ്ബ് തന്നിരിക്കും എന്നവിടുന്ന് പറയുകയും അതേ നിലക്ക് നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ സലാം പറയുന്ന സമയത്തും അല്ലാതെ യാ നബി സലാം അലൈക്കും എന്ന് പറയുന്ന സമയത്തുമൊക്കെ ഖബറിൽ നിന്ന് ആ സലാം അവിടുന്ന് മടക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നത് തന്നെ അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന ആ വാചകം പറഞ്ഞ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് തന്നെ ഒരു ശുപാർശ തേടലാണ്, ഒരു സഹായം തേടലാണ്. ഇരിക്കട്ടെ, ഞാൻ ആ വിഷയം പറയൽ എൻ്റെ ലക്ഷ്യമല്ല. പറഞ്ഞ വിഷയം ഒരു വിഷയം ഒരാളിലേക്ക് ചേർത്ത് പറയുന്നത് കൊണ്ട് അതിന്റെ സട്ടാവ് അദ്ദേഹമാണെന്ന് ഒരു മുസ്ലിമും വിശ്വസിക്കൂല. മറിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് ഖാലിഖു കുല്ലി ശൈഇ, എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. നമുക്ക് പ്രവർത്തനങ്ങളുണ്ട്. ഉദാഹരണത്തിന് എന്റെ പ്രസംഗം ഞാൻ എൻ്റെ ജീവിതകാലം മുഴുക്കെ പ്രസംഗിച്ചാൽ ഒരു വ്യക്തിക്ക് ഹിദായത്തിനെ സൃഷ്ടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതിന് നിമിത്തമായി പ്രവർത്തിക്കാനേ എന്നെ കൊണ്ട് കഴിയുള്ളൂ. അങ്ങനെ ലോകത്ത് ഏത് സൃഷ്ടികളും അവർക്ക് കസ്ബ് ഇഖ്തിയാർ, അവർക്ക് പ്രവർത്തിക്കുക എന്നതുണ്ട്. യഥാർത്ഥത്തിൽ അത് സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. മരുന്നിന് വർക്കുണ്ട്, ആ മരുന്നിന്റെ ഫലം നമ്മൾ അതിന്റെ വർക്ക് നമ്മൾ കാണും, അതറിയും. പക്ഷേ അവിടെയും രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. ഏതായിരുന്നാലും വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, ഖൈറും ശർറും മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ ബദരീങ്ങൾ മാത്രമാണ് എനിക്ക് കാവൽ നൽകിയത് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു അല്ല കാവൽ കൊടുത്തത് എന്ന് അയാൾ വിശ്വസിച്ചു പോയി എന്ന് തെറ്റിദ്ധരിക്കുന്നത് വിവരമില്ലായ്മയാണ്. സുഹൃത്തുക്കളെ, ആകയാൽ ഒമാൻ സാനിഹു ഇല്ല ശൈത്താനു അൻ അദ്കുറ എന്ന് യൂശൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിന്റെ പേരിൽ അത് തൗഹീദിനെതിരല്ല. അമ്പിയാക്കൾ തൗഹീദിനെതിരെ ചെയ്യൂല, പറയൂല. മൂസാ നബി അലൈഹി ഇസ്ലാം അതിനെ വിമർശിക്കുന്നില്ല, ഖുർആൻ അതിനെ വിമർശിക്കുന്നില്ല. അങ്ങനെ ആ ഓർമ്മ വന്നത് മുതൽക്ക് തിരിച്ചവർ നടന്നു. പറയപ്പെട്ട ആ മത്സ്യം ഇറങ്ങിപ്പോയ സ്ഥലത്തെത്തി. അവിടെ ഒരാൾ പച്ചപ്പുതപ്പ് പുതച്ച് കിടക്കിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോൾ അന്നാബി അർളിക സലാം, ഇവിടെ ആരാണ് സലാം പറയുന്നത്, എന്താണ്, എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു. ഏതായിരുന്നാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന വിഷയം പറയുന്നു. എനിക്ക് നിങ്ങളെ കൂടെ ഇൽമു പഠിക്കാൻ വരണമെന്നും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ വിടണമെന്നും ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് അവിടെയുള്ള ആ മഹാനായിരുന്ന ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഓ മൂസാ നബിയെ, നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ചു വരാൻ കഴിയില്ല. കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ, നിങ്ങൾക്കറിവില്ലാത്തൊരു വിഷയത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? നിങ്ങളൊരു നബിയാണല്ലോ, റസൂലാണല്ലോ. നബിയും റസൂലുമായ നിങ്ങൾക്ക് അള്ളാഹു തന്ന അറിവനുസരിച്ചല്ലാതെ നീങ്ങാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ആ കാര്യം നിങ്ങൾക്ക് അള്ളാഹു തന്ന അറിവിന് വിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്കത് ചോദ്യം ചെയ്യൽ നിർബന്ധമല്ലേ? അതുകൊണ്ട് നിങ്ങൾക്കിത് അവിടെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ എത്തിക്കാൻ കഴിയും എന്ന് പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അതാ പോകുമ്പോ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം വെച്ച നിബന്ധനയായിരുന്നു, ഞാൻ എന്തു ചെയ്താലും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാനത് വിവരിച്ചു തരുന്നത് വരെ. രണ്ടുപേരും കടൽ തീരത്ത് അവിടെ നിൽക്കുമ്പോൾ ഒരു കപ്പൽ വരുന്നു. ആ കപ്പലിൽ കയറുന്നു. ആ കപ്പലിന്റെ വക്കിൽ ഒരു പക്ഷി വന്നിരിക്കുന്നു.
ആ പക്ഷി കടലിൽ നിന്ന് ഒരൽപ്പം വെള്ളം അതിന്റെ കൊക്ക് കൊണ്ട് കോരിയെടുക്കുന്നു. അപ്പോൾ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഓ മൂസാ നബിയെ, നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ച കാര്യമാണ്. അൻത അലാ ഇൽമിൻ, നിങ്ങൾക്കൊരറിവുണ്ട്. വാന അലാ ഇൽമിൻ, എനിക്ക് വേറൊരു അറിവുണ്ട്. നിങ്ങളുടെ അറിവ് എനിക്ക് അല്ലാഹു തന്നിട്ടില്ല, എന്റെ അറിവ് നിങ്ങൾക്കും അല്ലാഹു തന്നിട്ടില്ല. അല്ലാഹുവിന്റെ അറിവിന്റെ മുന്നിൽ നമ്മളുടെ അറിവ് ഈ പക്ഷി ഈ വലിയ കടലിൽ നിന്ന് കൊത്തിയെടുത്തപ്പോൾ അതിന്റെ കൊക്കിൽ എത്ര വെള്ളമാണോ ലഭിച്ചത് അത്രയും അല്പം മാത്രമാണ് അല്ലാഹുവിന്റെ വിശാലമായ അറിവിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ അറിവ് അത്രയും വിശാലമാണ്. ആ വിശാലമായ അറിവുള്ളവൻ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്കാർക്കും ഞാൻ അറിവുള്ളവരാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കാൻ വകുപ്പില്ല. ഞാനൊരു കഴിവുള്ളവരാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കാൻ വകുപ്പില്ല. എല്ലാറ്റിനും കഴിവുള്ളവനും എല്ലാം സ്വന്തമായി അറിയുന്നവനും സ്വന്തമായി കഴിയുന്നവനും സ്വന്തമായി കേൾക്കുന്നവനും സ്വന്തമായി കാണുന്നവനും സ്വന്തമായി നിയന്ത്രിക്കുന്നവരും എല്ലാം ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അതേ ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ് ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് ലഹു മലകൂതു കുല്ലി ബിയദിഹി മലകൂതു കുല്ലി ശൈഇ, എല്ലാറ്റിന്റെയും അധികാരസ്ഥനായ അല്ലാഹു ജല്ല ജലാലുഹു. ആ അല്ലാഹുവിന് നന്നായി അറിയാം നമ്മൾ ദുർബലന്മാരാണ്. അതവൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ ദുർബലരാണ്. ആ ദൗർബല്യം കാരണത്താൽ എന്റെ യജമാനനായ റബ്ബിന്റെ വെള്ളം കുടിച്ച് ഞാൻ ജീവിക്കുമ്പോൾ, അവൻ തന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ, അവൻ തരുന്ന ഓക്സിജൻ അപ്പപ്പോൾ ശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, അവൻ തന്ന അവയവങ്ങൾ കൊണ്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ, അവനപ്പോൾ തരുന്ന കഴിവുകൊണ്ട് ഞാൻ പലതും ചെയ്യുമ്പോൾ, അവൻ തീരുമാനിച്ചതനുസരിച്ച് ഞാൻ നീങ്ങുമ്പോൾ, അവന്റെ അധികാരത്തിൽ ഞാൻ പലതും ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ, അവിടെയെല്ലാം എന്റെ കൽബിൽ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളെ കൽബിൽ നിങ്ങളും ഉറപ്പിച്ചിരിക്കുന്നു, കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ്. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഏത് നന്മകൾ നമുക്ക് ആര് മുഖേന എത്ര എങ്ങനെ എവിടെ എത്ര കിട്ടുന്നുണ്ടോ അത് മുഴുവനും ഫമിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നാണ്. اللهم لا مانع لما أعطيت ولا معطي لما منعت. റബ്ബേ, നീ കൊടുത്തത് തടയുന്നവനില്ല, നീ തടഞ്ഞത് കൊടുക്കുന്നവനില്ല. വലാ റാദ്ദ ലിമാ ഖദൈത വലാ മുബദ്ദില ലിമാ ഹകംത. നിന്റെ തീരുമാനം മാറ്റിമറിക്കുന്നവനില്ല. എല്ലാ അധികാരവുമുള്ള റബ്ബാണ് നീ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളെ പോലെയല്ല നമ്മളെ സൃഷ്ടിച്ചത്. മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ്. നമ്മൾ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ്. ജിന്നുകൾ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ്. മലക്കുകൾക്ക് നായ പന്നിയല്ലാത്ത ഏത് രൂപവും രൂപാന്തരപ്പെടാൻ കഴിയും, കോലം മാറാൻ കഴിയും. ഫതമസ്സല ലഹു ബശറൻ സവിയ്യ. അതേ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബശറൻ സവിയ്യ, ഒരേ ക്ലാസ് മനുഷ്യന്റെ രൂപത്തിലാണ് വരുന്നത്.
അതേപോലെ സഹാബത്തിരിക്കുന്ന സദസ്സിലും അതേ ചില ചോദ്യങ്ങൾ ചോദിച്ച് നബി തങ്ങൾ മറുപടി പറഞ്ഞ് സഹാബത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ മനുഷ്യരൂപത്തിലാണ് വന്നത്. അങ്ങനെ പലപ്പോഴും അതാ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരാറുണ്ട്. അങ്ങനെ പല രൂപവും രൂപാന്തരപ്പെടാറുണ്ട്. പക്ഷേ നായപന്നികളുടെ രൂപങ്ങൾ മലക്കുകൾ രൂപാന്തരപ്പെടുകയില്ല. എന്നാൽ ജിന്നുകൾ അങ്ങനെയല്ല. നായപന്നി അടക്കമുള്ള ഏത് ജീവികളുടെ രൂപത്തിലും രൂപാന്തരപ്പെടാൻ അവർക്ക് കഴിയും. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണ്. കാരണം ശൈത്താനിന് ആ രൂപാന്തരപ്പെടാൻ കഴിയില്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എന്നാൽ മലക്കുകൾ ഒരിക്കലും തന്നെ ഒരു തെറ്റും ചെയ്യാത്ത വിധത്തിലുള്ള പ്രകൃതിയാണ് അവരുടേത്. അതേ സമയത്ത് മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ തെറ്റ് ചെയ്യാൻ പറ്റാവുന്ന വിധത്തിലുള്ള പ്രകൃതിയാണ് മനുഷ്യൻ്റേത്. പക്ഷേ എല്ലാ മനുഷ്യരും തുല്യരല്ല. മനുഷ്യരിലെ ഏറ്റവും പരിപൂർണ മനുഷ്യരായ പ്രവാചകന്മാർ, അമ്പിയാക്കൾ, അവരുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ഒരു തെറ്റും സംഭവിക്കുകയില്ല. കാരണം എല്ലാവരെയും തെറ്റിൽ നിന്ന് സംരക്ഷിച്ച് ശുദ്ധീകരിച്ച് അതാ സംസ്കരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുള്ളവരാണവർ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കരുതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയമാണ്. അതിനാൽ വഇസ്മത്തുൽ ബാരി ലികുല്ലിൻ ഹുതിമാ, അമ്പിയാക്കൾ തെറ്റ് ചെയ്യുകയില്ല. അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന് മൗദൂദി പറഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ വിശ്വാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും അതേ തെറ്റുകൾ, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും അതിനാൽ അല്ലാഹു നബിയെ ആക്ഷേപിച്ചുവെന്നും മുജാഹിദിന്റെ അൽമനാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മുസ്ലിമീങ്ങളെ വിശ്വാസമല്ല. അമ്പിയാക്കൾ പരിശുദ്ധരാണ്. അമ്പിയാക്കൾ മഅസൂമീങ്ങളാണ്. ആ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ലല്ലോ നമ്മൾ. എന്നാൽ അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ ചില പ്രമുഖന്മാരുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഇസ്മത്ത് എന്നതില്ലെങ്കിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൾ ചെയ്യാത്ത വിധത്തിൽ അവരെ ജീവിതം ക്രമീകരിക്കാനുള്ള ഭാഗ്യം നൽകുന്നുണ്ട്. അവർക്കാണ് മഹ്ഫൂദുകൾ എന്ന് പറയുന്നത്. എന്നാൽ അതിലൊന്നും പെട്ടവരല്ലല്ലോ ഈ പാവപ്പെട്ട നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ അപാകതകൾ സംഭവിക്കുമെന്നുറപ്പാണ്. കൽപ്പിച്ചതൊഴിഞ്ഞു പോകുമെന്നുറപ്പാണ്. തെറ്റുകൾ സംഭവിച്ചു പോകുമെന്നുറപ്പാണ്. ഒരിക്കലും തന്നെ ഈ പാവപ്പെട്ട എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നോ, അല്ലാഹു കൽപ്പിച്ചതൊക്കെ പരിപൂർണമായി ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ടെന്നോ, ന്യൂനതയില്ലാത്തവനാണെന്നോ എനിക്ക് പറയാൻ നിർവാഹമില്ല. പറയുന്ന കാലത്തെന്നേക്കാൾ വലിയൊരു വിഡ്ഢി ലോകത്തില്ല. അപാകതകൾ പലതും എൻ്റെ അടിമയിൽ നിന്ന് സംഭവിക്കുമെന്ന് നന്നായി അറിയുന്ന റബ്ബ്, അതേ ആ റബ്ബിനറിയാത്തതൊന്നുമില്ല. പക്ഷേ ആ റബ്ബ് വലിയ കാരുണ്യമുള്ള റബ്ബാണ്. അവൻ രക്ഷിക്കാൻ വേണ്ടി പല വകുപ്പുകളും വെച്ച റബ്ബാണ്. കാരുണ്യം വല്ലാതെയുള്ള റബ്ബാണ്. റബ്ബിൻ്റെ കാരുണ്യം 100 കാരുണ്യമാണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് ലോകത്തിറക്കിയിട്ടുള്ളത്. ഏത് ഉമ്മമാര് പിഞ്ചുമക്കളോട് കാണിക്കുന്ന കാരുണ്യവും ഏത് ജീവികൾ അതിൻ്റെ മക്കളോട് കാണിക്കുന്ന കാരുണ്യവും എല്ലാം
ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മഹാന്മാർ ഉമ്മത്തുകളോട് കാണിക്കുന്ന കാരുണ്യവും എല്ലാം അവന്റെ ഒരൊറ്റ റഹ്മത്തിന്റെ ഭാഗമാണ്. അവന്റെ റഹ്മത്ത് 99 റഹ്മത്തും അവൻ സാധുക്കളായ നമുക്ക് ചെയ്യാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ചില ദിവസങ്ങൾ, ഇന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകല് വല്ലാതെ റഹ്മത്ത് ലഭിക്കുന്ന സന്ദർഭങ്ങളാണ്. അതുപോലെ പരിശുദ്ധ റമളാൻ, ദുൽഹജ്ജ് മാസം, പ്രത്യേകിച്ചും ആദ്യത്തെ 10 ദിവസം, പിന്നീടുള്ള ദുൽഹജ്ജിലുള്ള അയ്യാമുത്ത തശ്രീഖിന്റെ ദിവസങ്ങൾ, അതുപോലെ അശൂറായിന്റെ ആദ്യത്തെ, അതേ മുഹറമിലെ ആദ്യത്തെ 10 പ്രത്യേകിച്ചും റമളാനിലെ അവസാനത്തെ 10, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കാരുണ്യം ചെയ്യാൻ വേണ്ടി വെച്ച ദിനങ്ങളുണ്ട്, മാസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. അതെല്ലാം ഈ പാവപ്പെട്ട അടിമകളായ നമുക്ക് റബ്ബിന്റെ കാരുണ്യം ചൊരിച്ചു കിട്ടാനാണ്. അവ്വലുഹു റഹ്മത്തുൻ വഅവസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ. പരിശുദ്ധ റമളാൻ തുടക്കം തന്നെ കാരുണ്യമാണ്. ആ കാരുണ്യം ലഭിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിച്ച് കൃത്യമായി നോമ്പെടുത്ത്, ആ നോമ്പിന് ആരുടെയും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും ഒന്നും പറയാതെ, നോമ്പ് ബാത്തിലായി പോകുന്ന വിഷയങ്ങളൊന്നും പറയാതെ, അനാവശ്യങ്ങളിലൊന്നും കടക്കാതെ, ഇത് വലിയ പുണ്യദിനമാണ്, പുണ്യരാത്രിയാണ്, പുണ്യപകലാണ്, ഇത് അടുത്ത ദിവസം ഞാൻ ഉണ്ടാകുമെന്നതിന് ഗ്യാരണ്ടി ഇല്ല, അടുത്ത റമളാനിൽ ഉണ്ടാകുമെന്നതിന് ഗ്യാരണ്ടി ഇല്ല, കിട്ടിയ സമയം ഞാൻ മുതലാക്കണമെന്ന നിലക്ക് പരിശുദ്ധ റമളാനിലെ ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും സൽക്കർമ്മങ്ങളിൽ തന്നെ മുഴുകി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത്, സുഹൃത്തുക്കളെ, അതിൽപ്പെട്ടതാണ് SSFന്റെ പ്രവർത്തനം, അതിൽപ്പെട്ടതാണ് SYSന്റെ പ്രവർത്തനം, അതിൽപ്പെട്ടതാണ് മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം, അതിൽപ്പെട്ടതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം, സുന്നി ജമിയത്തുൽ മുഅല്ലിമിന്റെ പ്രവർത്തനം, അതേ SMAയുടെ പ്രവർത്തനം, നമ്മുടെ പള്ളിയുടെ പ്രവർത്തനം, മദ്രസയുടെ പ്രവർത്തനം. എന്തേ ആചാര്യേ, നിങ്ങൾ എന്തിനെ ഈ റമളാനിലെ വെള്ളിയാഴ്ച ഒരു പുസ്തകവും എടുത്ത് റെസീപ്റ്റും എടുത്ത് പിരിക്കാനിരിക്കുന്ന ഖുർആൻ ഓതിക്കൂടെ അതാ പള്ളി പ്രസിഡന്റിനോട് ചോദിക്കണ്ട, സെക്രട്ടറിയോട് ചോദിക്കണ്ട. അദ്ദേഹം ആ ചെയ്യുന്ന കളക്ഷൻ എടുക്കുന്ന ഏർപ്പാട് അത് വലിയ സൽക്കർമ്മമാണ്. പള്ളി നടത്തിക്കൊണ്ടുപോകാനാണ്, മദ്രസ നടത്തിക്കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനത്തെ ഇരുന്ന് ഖുർആൻ ഓതുന്നവൻ കൊച്ചാക്കണ്ട. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഖുർആൻ ഓതുന്നവരുണ്ടാകണം. അതിന് മദ്രസകൾ നടക്കണം, അതുപോലെ അതിന് പള്ളികൾ നടക്കണം. സുഹൃത്തുക്കളെ, അതിനു വേണ്ടി അധ്വാനിക്കുകയാണ് ആ കളക്ഷൻ നടത്തുന്ന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ. അതുകൊണ്ട് ഒരു മൂലയിലിരുന്ന് ഖുർആൻ ഓതുമ്പോൾ ആ ഓത്തുകാരൻ വലിയ കിബറനായിട്ട് ഞാൻ ഇത്ര ഖത്തമോദി തീർത്തില്ലേ, ഇയാൾ പണം പിരിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ചു പോകണ്ട. നിങ്ങൾ കണ്ടില്ലേ, ലൈലത്തുൽ ഖദ്റാണെന്ന്, അതാ അഭിപ്രായമുള്ള രാത്രിയല്ലേ. അതേ അതാ റമദാൻ 17-ാം രാവ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ രാത്രി മുഴുവനും ദിക്റിലും ദുആയിലും സലാത്തിലും നിസ്കാരത്തിലും ഒക്കെ ആക്കി ആ 17-ാം രാവ് ഹയാത്താക്കിയെന്ന് ഇമാം തബരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ 17-ാം രാവ് ലൈലത്തുൽ ഖദ്റാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ
പാടുണ്ടെന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ളവർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള 17-നല്ലേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാതെ, പള്ളിയിലിരുന്ന് ഖുർആൻ ഓതാതെ അവരെ പോക്കിലും വരവിലുമൊക്കെ ഖുർആനോത്തുണ്ട്, ദിക്റുണ്ട്, സലാത്തുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്. അവർ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദൊന്നും സംസാരിച്ചിട്ടില്ല, അനാവശ്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി അതാ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി വരുന്ന, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വരുന്ന, മദീന പിടിച്ചടക്കാൻ വേണ്ടി വരുന്ന ആ അബൂജഹലും കക്ഷികളോടും സധൈര്യം അവർ പോരാടുന്നു. റമദാനായതുകൊണ്ട് ദീനിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല. മക്ക ഫത്ഹുണ്ടായതും റമദാനിലാണ്. അവിടെ അവർ എത്ര കിലോമീറ്ററാണ് യാത്ര ചെയ്തത്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത്തരത്തിലുള്ള യാത്രകളിൽ വേണ്ടി വന്നാൽ നോമ്പൊഴിക്കാൻ പോലും അനുമതിയാണ്. ആ നിലക്ക് ചെയ്തത് എന്തിനാണ്? അത് റബ്ബിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാനാണ്. അതുകൊണ്ട് തന്നെ SSFന്റെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അത് റമദാനിൽ നടത്തിയാൽ അതും വലിയ പുണ്യകർമ്മം തന്നെയാണ്. അത് നിരുത്സാഹപ്പെടുത്താൻ വല്ലവനും ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കള്ളക്കടത്ത് കടത്താൻ ഉദ്ദേശിച്ചവൻ അവന് അത് തടസ്സമാകുമെന്നതാണ് അവന്റെ ഉദ്ദേശമെന്ന് ഗ്രഹിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാകണം. ഇരിക്കട്ടെ, സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം പരിശുദ്ധ റമദാനിന്റെ പകലും രാത്രിയും ധന്യമാക്കുകയും ആ റമദാനിൽ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കിക്കുകയും അവന്റെ റഹ്മത്ത് സ്വീകരിക്കാൻ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു മഹത്തായ അതിഥി വരികയാണല്ലോ. ഖുർആനും കൊണ്ട് വന്ന അതിഥിയാണല്ലോ, അഥവാ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണല്ലോ. ആ ഖുർആൻ കൊണ്ടുവന്ന ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമെന്ന് ആ മഹത്തായ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ ഖുർആൻ ഇറങ്ങിയ മാസം വരുന്നതിന് മുമ്പ് തന്നെ ആ മഹത്തായ മാസം റബ്ബിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യുമെന്ന് ഹബീബ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന മാസം അത് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് കുളിക്കണമല്ലോ, നല്ല ഡ്രസ്സ് ധരിക്കണമല്ലോ, ഒരുങ്ങി നിൽക്കണമല്ലോ. ആ കുളിക്കുളത്തിലെ വെള്ളം കൊണ്ടുള്ള കുളിയല്ല, ഷവറിൽ നിന്ന് വെള്ളമെടുത്തുള്ള കുളിയല്ല, പിന്നെ ഏത് കുളിയാണ്? ആ കുളിയെന്ന് ഞാൻ പറഞ്ഞത് ആത്മാവിനെ കഴുകി വൃത്തിയാക്കുന്ന കുളിയാണ്. അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പടി ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. ജീവിതത്തിൽ സൽക്കർമ്മം കുറഞ്ഞുപോയി. റവാത്തിബ് സുന്നത്തുകൾ 22 നിസ്കരിച്ചിട്ടില്ല. ചിലപ്പോൾ 10 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം. വിത്ർ നിസ്കാരം 11 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. ചിലപ്പോൾ 3 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം. ദുആ നിസ്കാരം 8 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. ചിലപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം. ളുഹറിന് മുമ്പ് 4-ഉം ളുഹറിന് ശേഷം 4-ഉമുണ്ട് സുന്നത്ത്. പക്ഷേ ഈ 2 വീതം മാത്രം നിസ്കരിച്ചിട്ടുണ്ടാകാം. അസറിന് മുമ്പ് 4 സുന്നത്ത്, മഗ്രിബിന് മുമ്പ് 2 സുന്നത്ത്, മഗ്രിബിന് ശേഷം 2 സുന്നത്ത്, ഇശായിന് മുമ്പ് 2, ഇശായിന് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2. അതൊന്നും കൃത്യമായി നിർവഹിച്ചിട്ടില്ല. സൽക്കർമ്മം കുറഞ്ഞുപോയി.
തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട്. അയ്യാമുൽ ബീദ് 13, 14, 15 പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട്. അതുപോലെ 27, 28, 29 നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്. അത്തരം സുന്നത്തുകൾ പലതും എടുത്തിട്ടില്ല. സൽക്കർമ്മം കുറഞ്ഞുപോയി. ഖുർആൻ ധാരാളം ഓതേണ്ടതായിരുന്നു, പക്ഷേ ഒരു ജുസ് അല്ലാതെ ഓതിയിട്ടില്ല. ദിവസേന ഒരു ജുസ് അല്ലെങ്കിൽ 2 പേജ് അങ്ങനെയല്ലാതെ ഓതിയിട്ടില്ല. എത്രയോ സലാത്ത് ചൊല്ലിയാൽ അത് ഹബീബിന് വിധങ്ങളുമായി വലിയ അടുപ്പം കിട്ടുന്ന സംഗതിയായിരുന്നു. പക്ഷേ ഒരു 100 സലാത്തെങ്കിലും ദിനേന ചൊല്ലണമെന്ന് കരുതിയിട്ടും അത് പലപ്പോഴും ഒഴിഞ്ഞുപോയി. ആകയാൽ ഡ്യൂട്ടി ടൈം തന്ന റബ്ബിന്റെ മുമ്പിൽ വേണ്ടതുപോലെ ഡ്യൂട്ടി നന്നായി എടുത്തിട്ടില്ല. ഇനി ചെയ്ത ഫർളാണെങ്കിലോ ആ ഫർദിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു വലിയവനാണ് എന്ന അർത്ഥം മനസ്സിൽ വന്നിട്ടില്ല. വജ്ജഹത്തു വജ്ഹി എന്ന് പറയുമ്പോൾ അല്ലാഹുവിനോട് സംഭാഷണമാണെന്ന ചിന്ത വന്നിട്ടില്ല. ആ നിസ്കാരത്തിലും കച്ചവടത്തിന്റെ ചിന്തയും, അതേ കടം വാങ്ങേണ്ട ചിന്തയും കൊടുക്കേണ്ട ചിന്തയും, ചിലർക്ക് രാഷ്ട്രീയത്തിന്റെ ചിന്തയും വോട്ടിന്റെ ചിന്തയും, വേറെ ചിലർക്ക് ഈബത്തിന്റെ മീമത്തും ഫിത്നയും ഫസാദും അനാവശ്യ ചിന്തകളിലൂടെയുള്ള നിസ്കാരമായി പോയി. അമലുകളിൽ പലതിനും ന്യൂനതകൾ സംഭവിച്ചു പോയി. ഇതെല്ലാം സംഭവിച്ച ഞാൻ ഈ റബ്ബ് പറഞ്ഞേക്കുന്ന മഹത്തായ അതിഥിയെ റമളാനിലെ ഞാൻ എങ്ങനെ പോയി സ്വീകരിക്കും? ഈ ചിന്തയോടുകൂടെ ശഅബാനിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ഹഫ് നോക്കി ഓതാൻ വേണ്ടി തന്ന കണ്ണ്, ബാപ്പ ഉമ്മയുടെ മുഖത്ത് നോക്കി കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയിട്ട് പ്രതിഫലം വാങ്ങാൻ തന്ന കണ്ണ്, ഭർത്താവിന്റെ മുഖത്ത് ആദരവോടെ നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, മുസ്ഹഫ് മറിച്ച് നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, ആലിമീകളെ മുഖത്ത് നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, കഅബയിലേക്ക് നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, പഠിക്കുന്ന കിതാബുകളും പുസ്തകങ്ങളും നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അപകടമില്ലാതെ വണ്ടി ഓടിക്കാൻ വേണ്ടി തന്ന കണ്ണ്, ആവശ്യമുള്ളത് നോക്കാൻ വേണ്ടി തന്ന കണ്ണുകൊണ്ട് ഹറാം നോക്കിപ്പോയി, ഹറാം സ്പർശിച്ചു പോയി, ഹറാം ചിന്തിച്ചു പോയി. രഹസ്യത്തിലും പരസ്യത്തിലും പല തെറ്റുകളും വന്നുപോയി. അത് മുഴുവനും കഴിയുന്ന വൃത്തിയാക്കണം. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ. ഓ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, പാതിരാ സമയത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, നല്ല രാത്രിയാണ്. എഴുന്നേറ്റ് സുബഹിന്റെ കുറച്ച് മുമ്പ് എഴുന്നേറ്റിരുന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ ആത്മാവിനെ ഒന്ന് വൃത്തിയാക്കുക. അതാണ് ഞാൻ കുളിച്ച് വൃത്തിയാവുക എന്ന് പറഞ്ഞത്. എന്നിട്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ആത്മാവിനെ അണിയുക. എന്നിട്ട് ആ മഹത്തായ അതിഥിയെ സ്വീകരിക്കാൻ ഒരുങ്ങുക. ഇതാണ് ശഅബാനിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ തൂവക്കുന്നിൽ വെച്ച് സിറാജുൽ ഹുദയുടെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ വെച്ച് അതിന്റെ മുറ്റത്ത് വെച്ച് ഇതുപോലെ ഈ ബിൽഡിങ്ങിന്റെ മുറ്റം പോലെയുള്ള മുറ്റം, അവിടെ വെച്ച് റമളാൻ മുന്നൊരുക്കം എന്ന വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, റമളാൻ വരെ നമുക്ക് ഗ്യാരണ്ടി ഇല്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഇദാ ഖുൽത ലിസലാതിക ഫസല്ലി സലാത മുവദ്ദിഅ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന ബോധത്തോടെ നിസ്കരിക്കണം എന്നാണ്.
അതുകൊണ്ട് റമദാൻ വരെ ഞാൻ ഉണ്ടാകുമെന്നതിന് ഗ്യാരണ്ടിയില്ല. റമദാനായിട്ട് തോബ ചെയ്യാമെന്ന് വിചാരിക്കരുത്, റമദാനായിട്ട് നന്നാകാമെന്ന് വിചാരിക്കരുത്, ഇപ്പൊ നന്നാകണം എന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ശേഷം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മർഹൂം CP അബൂബക്കർ ഹാജി, അദ്ദേഹം സിറാജുൽ ഹുദക്ക് 1,00,000 ഉറുപ്പിക തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ആളായിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ച് പിരിഞ്ഞു. എൻ്റെ വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഫോൺ വരുന്നു, അബൂബക്കർ ഹാജി മരിച്ചുപോയി. ഞാനിത് പറഞ്ഞത് അങ്ങനെ എത്ര അനുഭവങ്ങൾ സുഹൃത്തുക്കളെ. അതുകൊണ്ട് റമദാൻ വരുന്നത് വരെ കാത്തു നിൽക്കാതെ ഇന്ന് തന്നെ വിളിച്ചാൽ പോകണം എന്ന ചിന്തയിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കണം, നല്ലത് ചെയ്യുമെന്ന് തീരുമാനിക്കണം. വറഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ വഅമൽ ബിരിൻ യസീനു ഫൽയുഖൽ മാല ഫൽയുഖസ്മാലം യുഖൽ. നല്ലത് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടാകണം, തെറ്റ് ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞ എടുക്കണം, അല്ലാഹുവിലേക്ക് മടങ്ങണം. അതാണ് ഈ ശഅബാനിൽ നമ്മൾ ചെയ്യേണ്ടതൊന്നും. റമദാൻ തുടങ്ങുന്ന അന്ന് തന്നെ ഞാൻ ഖുർആൻ ഓതി തുടങ്ങും എന്നല്ല വിചാരിക്കേണ്ടത്. ഇന്ന് തന്നെ ഞാൻ ഖുർആൻ ഓതി തുടങ്ങുമെന്ന് വിചാരിക്കണം. ഇന്ന് തന്നെ ഉറങ്ങാൻ പോയി കിടക്കുമ്പോൾ ഒതുവോടുകൂടെ കിടക്കണം. ഇന്ന് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 33 അൽഹംദുലില്ലാഹ് ചൊല്ലണം, 34 അല്ലാഹു അക്ബർ ചൊല്ലണം. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോടുള്ള അതിരറ്റ സ്നേഹത്താൽ, മോളെ നീ കഠിനാധ്വാനം ചെയ്ത് നിന്റെ നെഞ്ഞിലും മറ്റും തഴമ്പ് വന്നിട്ടുണ്ടല്ലേ, അതിനാൽ ഒരു സർവന്റിനെ വേണമെന്ന നിലക്കല്ലേ എന്നെ സമീപിച്ചത്, അതിനേക്കാൾ ഖൈറ് പറഞ്ഞു തരട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് ഈ 100 ദിക്ർ. ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഇത് മുഴുവനും ചൊല്ലാൻ 2 മിനിറ്റ് മതിയല്ലോ. 100 ദിക്റിന് 1ന് 10 ഇരട്ടി പ്രതിഫലം വരുമ്പോൾ 1000 പ്രതിഫലമാണല്ലോ. നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയം, ഉറക്കിന്റെ സമയം, 1000 പ്രതിഫലം അക്കൗണ്ടിലേക്ക് അതാ കയറ്റി വെച്ചിട്ട് ഉറങ്ങാൻ നോക്കൂ. അത് പിന്നെ അത് പതിവാക്കി റമദാനിലും ശേഷം മരണം വരെ അത് പതിവാക്കാൻ നോക്കൂ. ദിനേന ഓതൽ സുന്നത്തുണ്ടല്ലോ യാസീൻ, ദിനേന ഓതൽ സുന്നത്തുണ്ടല്ലോ തബാറക, ദിനേന ഓതൽ സുന്നത്തുണ്ടല്ലോ അലിഫ് ലാം മീം സജദ. അങ്ങനെ തുടങ്ങി ഫതുഹുൽ മുഈനിൽ കുറെ സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം സൂറത്തുകൾ ഓതാൻ സമയം കണ്ടെത്തൂ. ചുരുക്കിയാൽ ഒരു 100 സലാത്തെങ്കിലും നമ്മൾ ഏറ്റവും പ്രിയം വെക്കുന്ന നമ്മളെ നേതാവ്, നമ്മൾ എവിടെ പതറുന്നുണ്ടോ അവിടെ കൈപിടിക്കാനുള്ള നേതാവ്, അതേ ഏത് രംഗത്തും യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി ശിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ അമീമി. പടച്ച റബ്ബിന്റെ അടുക്കൽ അവന്റെ കോടതിയിലെത്തുമ്പോഴും രക്ഷപ്പെടുത്താനുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 100 സലാത്തെങ്കിലും ചൊല്ലിയിട്ടല്ലാതെ ഞാൻ ഉറങ്ങുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് ചെയ്യാൻ നോക്കൂ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. റബ്ബേ, ഈ സാധുവായ ഞാൻ നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന നിലക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് പറഞ്ഞു. ഈ
പറഞ്ഞ എനിക്കതൊക്കെ ഒന്ന് ചെയ്യാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ. ജീവിതത്തിൽ വന്ന അപാകതകൾ മാപ്പ് തന്ന് ഇറക്കിത്തരണം അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി ഖബൂൽ ചെയ്യണം അല്ലാ. പ്രിയപ്പെട്ട അബ്ദുസ്സലാം മാച്ചറവറുകൾ ബാപ്പയും ഉമ്മയും മരിച്ചത് പറഞ്ഞു. അതുപോലെ കൊടുവള്ളി ഹുസൈൻ മുസ്ലിയാരെ എനിക്ക് ഓർമ്മയിൽ വന്നു. നമ്മുടെ ഈ പരിസരങ്ങളിൽ നിന്ന് മരിച്ചുപോയ പലരുമുണ്ട്. നമ്മുടെ കുഞ്ഞഹമ്മദ് ഹാജി അടക്കം അതേ പ്രമുഖന്മാരായ പലരുമുണ്ട്. റബ്ബേ, സാധാരണക്കാരുണ്ട്, സാധുക്കളുണ്ട്, പണക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. റബ്ബേ, ഞങ്ങളെല്ലാം നിന്റെ പാവപ്പെട്ട അടിമകൾ. ഈ അടിമകളായ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യാനാണല്ലോ നീ റമദാൻ തന്നത്. അവ്വലുഹു റഹ്മ, നിന്റെ റഹ്മത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടുമ്പോ വൗസതുഹു മഗ്ഫിറ, നീ പാപം പൊറുത്തു എന്ന് ഞങ്ങൾക്ക് അതാ ദോഷം പൊറുത്തു കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ആഖിറുഹു ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നു. ഈ പറഞ്ഞതെല്ലാം കിട്ടുന്ന പാവപ്പെട്ട അടിമകളിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിൽ സഹായിച്ച മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റമദാനിൽ 20 റകഅത്ത് തറാവീഹ് സഹാബത്ത് നിർവഹിച്ചതുപോലെ നിസ്കരിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതേപോലെ ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം, സദഖ വർദ്ധിപ്പിക്കണം, കുടുംബ ബന്ധം ചേർക്കണം. മുറിച്ചവരുണ്ടെങ്കിൽ റമദാനിന് മുമ്പ് തന്നെ കുടുംബ ബന്ധം ചേർക്കണം. അയൽവാസികൾക്ക് നന്മ ചെയ്യണം, സാധുക്കളെ സഹായിക്കണം. റമദാനിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണമെന്ന് നിങ്ങളോടും എന്നോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എൻ്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. റബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ മഹത്തായ സംഘടന 100 വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു. അങ്ങനെ 100 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ സെന്റിനറി സമാപന പരിപാടിയിലേക്ക് കടക്കുന്നു. നേരത്തെ പ്രഖ്യാപനം 2023 കാസർഗോഡ് വെച്ച് നടത്തിയതാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ സമാപന പരിപാടികളുടെ വിളംബരം ഈ 14-ാം തീയതി അഥവാ മറ്റന്നാൾ ശനിയാഴ്ച കോട്ടക്കലിൽ വെച്ച് നടക്കുന്നു. മലപ്പുറം ജില്ലയിൽ മാത്രം 15,000-ഓളം മെമ്പർഷിപ്പ് എടുത്ത പണ്ഡിതന്മാരുള്ള ജമിയത്തുൽ ഉലമയാണ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇൻഷാ അല്ലാഹ് 10,000-ഓളം വരുന്ന ആലിമീങ്ങളും ശേഷം ആയിരക്കണക്കിന് വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പങ്കെടുക്കുന്ന ആ പരിപാടിയുടെ ആവശ്യത്തിനു വേണ്ടി മലപ്പുറത്ത് വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മർക്കസിൽ കയറി ഉസ്താദിനെ കണ്ട് കുറേ നേരം അവിടെ ഉസ്താദിൻ്റെ കൂടെ ചെലവഴിച്ച് വരികയാണ് ഞാൻ. നിങ്ങളെല്ലാവരും ആ മഹത്തായ പണ്ഡിത സഭയുടെ പൂർവകാലത്തുള്ള പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്ന ആദർശത്തിലും ആശയത്തിലും ഉറച്ചു നിന്നുകൊണ്ട് അവർ കാണിച്ചു തന്ന നയങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും എല്ലാ പ്രവർത്തനത്തിനും സജീവമായി ഉണ്ടാകണമെന്ന്
അതിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിൽ നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നന്നായി എപ്പോഴും സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അവൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് നമ്മുടെ മുൻഗാമികളായ മുഴുവൻ സാലിഹീങ്ങളുടെയും പൊരുത്തത്തോടുകൂടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തത്തോടുകൂടെ ജീവിച്ച് മരിക്കാൻ നമുക്കും നമ്മെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റന്നാളത്തെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്യാനുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീനിൻ്റെ ഖിദ്മത്തിൽ ആഫിയത്തോടുകൂടെ തഖ്വയോടുകൂടെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. നമ്മൾ ഇന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ പേരിലും പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെപ്പോലെ, അതേപോലെ അവേലത്ത് കുഞ്ഞിസീരീത്തും കോയത്തങ്ങൾ അവറുകളെപ്പോലെ നമുക്ക് ധൈര്യവും സ്ഥൈര്യവും നൽകുക ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എ.പി. മുഹമ്മദ് മുസ്ലിയാർ, കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാറന്നൂർ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അണ്ടോണ മൊയ്തീൻ മുസ്ലിയാർ തുടങ്ങി നമ്മുടെ ഈ പരിസരങ്ങളിൽ നിന്ന് തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ, നമുക്ക് ശക്തി പകർന്ന നമ്മുടെ ആലിമീങ്ങൾ, ഇതിൻ്റെ പരിസരങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട്, നമ്മുടെ ഹുസൈൻ ഉസ്താദ് അടക്കമുള്ള, ഹുസൈൻ മുസ്ലിയാർ അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ VC ഹുസൈൻ മുസ്ലിയാരെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരാളാണ് നമ്മുടെ കോയ മുസ്ലിയാരും, മർക്കസിലുണ്ടായിരുന്ന കോയ മുസ്ലിയാർ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്കെതിരെ ഒരു വലിയ കേസ് ചുമത്തി ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രം നടന്ന സമയത്ത് എൻ്റെ കൂടെ അന്ന് അരയും തലയും മുറുക്കി ഇറങ്ങിപ്പോകേണ്ട സ്ഥലത്തെല്ലാം പോകാനും കാണാനും വക്കീൽമാരെ കാണാനും ഒക്കെ കൂടെ നടന്നിരുന്ന വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു കോയ മുസ്ലിയാർ. അതുപോലെ പലരും മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ദീർഘായുസ് തരണം റഹ്മാനെ. മരിച്ചുപോയ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഹൈദർ ഹാജി അടക്കം അല്ലാഹുവേ ഞങ്ങളെ ശക്തിപ്പെടുത്തിയ ഏത് സാധാരണക്കാരുണ്ടോ അല്ലാത്തവരുണ്ടോ എല്ലാവരെയും, കുഞ്ഞമ്മദ് ഹാജിയെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, അതുപോലെ ഏതെല്ലാം ആളുകൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരുണ്ടോ എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകണം അല്ലാഹ്. ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളെ ഉമ്മവാപ്പമാർ, പഠിപ്പിച്ച ഉസ്താദുമാർ, നമ്മുടെ CP ഉസ്താദ് അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഈ ഏരിയയിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. അല്ലാഹു എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാവരും ഒരു ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നേരത്തെ യാസീൻ ഓതിയതുണ്ട്, ഖുർആനിൽ നിന്ന് പലതും ഓതിയതുണ്ട്, പല ഭാഗങ്ങളും ഓതിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയതിൻ്റെ ഒക്കെ പ്രതിഫലം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് എല്ലാ മഹാന്മാരുടെ ഹളറത്തിലും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, നേതാക്കൾ, പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ എല്ലാവരുടെ ഖബറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ അല്ലാഹ് കൈ പിടിക്കുന്ന മൈക്കുണ്ടോ? ആയിരിക്കാം, അത് വേണ്ട, കൈ പിടിച്ച ഉസ്താദ് ദുആയിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ നേതാക്കളും പ്രവർത്തകരും പിതാക്കളുമൊക്കെ ആളുകൾക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് യാസീൻ ഓതിയിട്ടുണ്ട്. അത് അതിയെ ചെയ്ത് പേരോട് ഉസ്താദ് ദുആ ചെയ്യും. നമ്മുടെ സ്ഥാപനത്തിന് സ്ഥലം തന്ന റാഷി സഖാഫിയുടെ ജ്യേഷ്ഠൻ നജ്മുദ്ദീൻ, അതേപോലെ ഉപ്പ, പിന്നെ സെയ്ദ് ഹാജി തുടങ്ങിയ ആളുകളെ നേരത്തെ നമ്മൾ പരാമർശിച്ചിട്ടില്ല. അസീസ് സഖാഫിയുടെ ഭാര്യ അടക്കം അങ്ങനെ കുറഞ്ഞ ആളുകളെ വിട്ടുപോയിരുന്നു. അവരെ കൂടി
പ്രത്യേകമായിട്ട് പരാമർശിക്കുകയാണ്. ആലി ഉസ്താദ് പ്രത്യേകം സംഭാവന തന്ന് ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും കരുതി നമ്മുടെ യാസീനും ഒക്കെ ചേർത്ത് നമുക്ക് ദുആ ചെയ്യാം. ഉസ്താദ് ദുആയിലേക്ക് കടക്കും. ഇനിയും കൂടി ഓതണം. അവരെ കൊണ്ട് കഴിയുന്നൊരു സംഭാവന കൊണ്ടെത്തരണം. അതിനാണ് ഇവർ ഈ കസേര ഇങ്ങനെ ഇട്ട് എന്നെ ഇവിടെ ഇരുത്തിയത്. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ കൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ورموض صلاة صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഈ പരിപാടി മുഴുവനും ഞങ്ങൾ ഇതേവരെയായി മരിച്ചവരുടെ പേരിൽ ഓതിയ ഖുർആനിൽ നിന്ന് ഏത് സൂറത്തുകൾ യാസീനടക്കം എന്തോതിയവരുണ്ടോ ഞങ്ങൾ ഓതിയതടക്കം എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അതിൻ്റെ പ്രതിഫലം പോലെ ആ മരണപ്പെട്ടു പോയവരുടെ ഖബറിൽ നീ എത്തിക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സഹോദരി സഹോദരന്മാർ, അതുപോലെ ബന്ധപ്പെട്ടവർ, അമ്മായി അമ്മോശന്മാർ, അങ്ങനെ ബന്ധപ്പെട്ട് ആരെല്ലാം മരിച്ചവരുണ്ടോ ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്ന്
മരിച്ചുപോയവരാരുണ്ടോ, ഈ നാട്ടിൽ നിന്ന് പരിസരങ്ങളിൽ നിന്ന് മരിച്ചവരാരുണ്ടോ, എല്ലാവരുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകൾ നീ വിശാലമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ആരെന്ത് ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഭാര്യ സന്താനങ്ങളിൽ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ആയുസ്സിലും ആരോഗ്യത്തിലും ശരീരത്തിലും മനസ്സിലും ബറക്കത്ത് നൽകണം റഹ്മാനെ. വിദേശത്തും നാട്ടിലും ഏതെല്ലാം ബിസിനസ്സുകൾ നടത്തുന്നവരുണ്ടോ, ജോലി എടുക്കുന്നവരുണ്ടോ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, ഈ അടുത്ത സമയത്തും കുവൈത്തിൽ ചെന്നപ്പോൾ സഹായം നൽകിയ അനസടക്കം ഈ ഏരിയയിലുള്ള ഒരുപാട് മോമിനീകൾ മോമിനാത്തുകൾ, നമ്മളെ പ്രിയപ്പെട്ട കുരുക്കളടക്കം ഒരുപാട് ആളുകൾ എന്നും ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നവരുണ്ട്. അവരെല്ലാം നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ആര് നടത്തുന്ന ഏത് ജോലികളുണ്ടോ, ഏത് ബിസിനസ്സുകളുണ്ടോ, അതെല്ലാം ഖൈറിലും ബർക്കത്തിലുമാക്കണം റഹ്മാനെ. നഷ്ടങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും ഫൈനുകളിൽ നിന്നും എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് നല്ല മാർക്കോടുകൂടെ സന്തോഷകരമായ വിജയം നൽകണം റഹ്മാനെ. പഠിക്കുന്ന മക്കൾക്ക് മുഴുവനും നീ നാഫിയായ ഇൽമേറ്റി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി വിദേശത്തും നാട്ടിലും സഹകരിക്കുന്ന ആരുണ്ടോ അവരെ നീ സഹായിക്കണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഖൈറായ കുട്ടിയെ നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. വിവാഹമുദ്ദേശിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാനെ. പലതും വിറ്റ് കിട്ടേണ്ടവരുണ്ട്, വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്. നീ അത് എളുപ്പമാക്കണം റഹ്മാനെ. എല്ലാം നീ എളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലാ സഹല ഇല്ലാ മാ സഖൽതഹു അലൈനാ. اللهم وما قضيت لنا من أمر وشرعنا فيه بتوفيقك وتيسيرك فتمهمه لنا بأكمل الوجوه وأحسنها وأجملها إنك على كل شيء قدير وبالإجابة جدير. അല്ലാഹുവേ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും തന്ന ആയിരങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. അവരിൽ പലരും പല മുറാദുകളും ഹാസിലായി എന്ന് പറഞ്ഞു തന്നവരുണ്ട്, ഹാസിലാകണം എന്ന് പറഞ്ഞു തന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും ഖൽബിലുള്ള ഉദ്ദേശങ്ങൾ എന്തുണ്ടോ അത് നീ നിറവേറ്റിത്തരണം റഹ്മാനെ. നിന്റെ ദീനിൻ്റെ സ്ഥാപനത്തിന് നീ തന്ന ബറക്കത്ത് നീ നിലനിർത്തിത്തരണം റഹ്മാനെ. അതിൻ്റെ പ്രവർത്തനകരായ ഞങ്ങൾക്ക് നീ ഖബൂൽ നൽകണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ അമലുകളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. കിബ്റ്, ഉജ്ബ്, ഹസദ്, അമല്, ഹിർസ്, ബിനത്ത്, ശഹ്വത്ത്, ഖളബ് തുടങ്ങിയ സർവ്വരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാനെ. റബ്ബേ, നിനക്കറിയാം, ഇന്ന് രാവിലെയും മുതഅല്ലിമീങ്ങളുടെ കൂടെ ഇരുന്ന് നാരിയത്തു സലാത്തിയിൽ ദുആ ചെയ്ത വിഷയം നിനക്കറിയാം. അതിലൊരു ചെറിയ സന്തോഷത്തിൻ്റെ വാർത്ത ഇപ്പോൾ കിട്ടി. അതിൽ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നീ തന്നെ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരേണ്ടതുണ്ട്. അതിനുള്ള വഴികൾ നീ തുറന്നു തരണം റഹ്മാനേ. അല്ലാഹുവേ, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട പല കാര്യങ്ങളും കടലാസുകളും ശരിയായി കിട്ടേണ്ടതുണ്ട്. നിനക്കതറിയാം. അത് നീ തന്നെ പെട്ടെന്ന് എളുപ്പമാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തുകൾക്ക് ഏത് വഴികൾ തുറക്കപ്പെടേണ്ടതുണ്ടോ അത് മുഴുവനും തുറന്നു തരാൻ കഴിവുള്ള റബ്ബാണ് നീ. യാ ഫത്താഹു യാ അലീം, യാ ഫത്താഹു യാ അലീം, യാ ഫത്താഹു യാ അലീം. افتح لنا فتحا قريبا. اللهم هيئ لنا سببا لا نستطيع له طلبا لإنفاذ أمور ديننا ودنيانا وأخرانا وأمور معاهدنا وجمعياتنا
كلنا عونا ومعينا يا معين يا الله. എല്ലാവരും ഒരു നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ, വളരെയേറെ സംഖ്യയും അതുപോലെ പേഴ്സും ഇഖാമയും പലതും നഷ്ടപ്പെട്ടു പോയി എന്ന് വിളിച്ചു പറഞ്ഞ് അവർക്ക് ചൊല്ലാൻ ദിക്ർ കൊടുത്തിട്ടുണ്ട്. നീ അത് തിരിച്ചു കൊടുക്കണം റഹ്മാനേ. യാ ജാമിഅൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി اللهم يا جامع الناس ليوم لا ريب فيه رد عليهم ضالتهم يا رب العالمين. അല്ലാഹുവേ, ഞങ്ങൾ നിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത ഏത് കാര്യങ്ങളുണ്ടോ അതിൽ ഞങ്ങൾക്ക് നീ വിജയം തരണം റഹ്മാനേ. വഴികൾ തുറന്നു തരണം റഹ്മാനേ. കടങ്ങൾ നീ ഏറ്റെടുത്ത് വീട്ടി തരണം റഹ്മാനേ. കടത്തോടെ മരിപ്പിക്കരുത് റഹ്മാനേ. ആര് കടം തന്ന് സഹായിച്ചവരുണ്ടോ അവരെ നീ സഹായിക്കണം റഹ്മാനേ. ആ കടങ്ങളെല്ലാം അവരെ മനസ്സിന് വിഷമമില്ലാത്ത വിധം കൃത്യമായി വീട്ടിക്കൊടുക്കാൻ നിന്റെ ഖജനാവിൽ നിന്ന് ചൊരിച്ചു തരണം റഹ്മാനേ. റബ്ബേ, തുടങ്ങി വെച്ച എത്രയോ ബിൽഡിങ്ങുകൾ വർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അഡ്വാൻസ് കൊടുത്ത സ്ഥലങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാ. നിന്റെ ഖജനാവിൽ ധാരാളമുണ്ട് അല്ലാ. ഇന്നക തഖ്ദിറു അലാ കുല്ലി ശൈഇൻ വനഹ്നു ലാ നഖ്ദിറു അലാ അയ്യി ശൈഇൻ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ അൻത ഹസ്ബുനാ وكافينا أنت حسبنا وكافينا أنت حسبنا وكافينا حسبنا الله ونعم الوكيل نعم المولى ونعم النصير. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام. يا حي يا قيوم يا ذا الجلال والإكرام. يا حي يا قيوم يا ذا الجلال والإكرام. ഞങ്ങളെ കൽവിൽ ഞങ്ങൾ ഉദ്ദേശിച്ച വിഷയങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം അല്ലാ. വഴികൾ തുറന്നു തരണം അല്ലാ. തടസ്സങ്ങൾ നീക്കി തരണം അല്ലാ. ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് തരണം അല്ലാ. ഞങ്ങളെ എല്ലാ വിഷയത്തിലും നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. ഈ നാട്ടിലും ഇതിൻ്റെ പരിസരങ്ങളിലും ലോകം മുഴുക്കെ സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും സർവ്വ ജനങ്ങൾക്കും സർവ്വ നന്മകളും നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ മുഴുവനും നീ നന്നാക്കി തരണേ അല്ലാ. സാലിഹീങ്ങളാക്കണം അല്ലാ. ഞങ്ങളെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാ. ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ചെയ്തു പോയിട്ടുണ്ടോ? ഞങ്ങൾ മറന്നാലും നീ മറതിയില്ലാത്തവനാണ്. ഞങ്ങൾ എഴുതി വെച്ചില്ലെങ്കിലും നിന്റെ മലക്കുകൾ റിക്കാർഡാക്കിയതാണ്. അതെല്ലാം ഞങ്ങളെ മുന്നിൽ വെച്ച് ഞങ്ങളെ നീ അങ്ങ് ചോദ്യം ചെയ്താൽ ഞങ്ങൾക്കാർക്കും രക്ഷപ്പെടാൻ കഴിയൂല അല്ലാ. ഞങ്ങളെ വീടുകളിൽ സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മയച്ചു തരണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ അല്ലാ. ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും ഞങ്ങളെ ഖബറിലും സന്തോഷം തരണേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا
إنك أنت التواب الرحيم. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കളായ റഈസുൽ സുൽത്താനുൽ മുഹീസുന്നത്ത് അജുൽ മുഹഖഖീൻ തുടങ്ങിയ ഞങ്ങൾ ആലിമീങ്ങൾക്കും അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ബദ്റു സാദാത്ത് തങ്ങൾ, കുമ്പോൾ തങ്ങളടക്കം ഞങ്ങളെ എല്ലാ സയ്യിദന്മാർക്കും എല്ലാ പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും അടിയങ്ങളായ ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ദീർഘ ആയുസ് തഖ്വയോടെ നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അസീലക അംറ എന്ന ആയത്ത്, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആയത്തിലേക്ക് എൻ്റെ നാവ് മുൻകടന്നു പോയിട്ടുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. നേരത്തെ ഞാൻ ചോദിച്ച UP ഉസ്താദിനെ സംബന്ധിച്ചാണ്. ഞാനിങ്ങനെ പേര് കിട്ടാതെ ഇങ്ങനെ ഓർമ്മിച്ചതാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കൊക്കെ സ്വർഗം തരട്ടെ. ബഹുമാന്യരായ ഷാഫി ഉസ്താദ് വേദിയിലുണ്ട്. ഉസ്താദ് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കും. ഞായറാഴ്ച റാഷിദ് ബുഖാരിയുടെ ഒരു പ്രഭാഷണം ഒഴലക്കുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായ സി ഉസ്താദും നമുക്ക് സന്ദേശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സെക്രട്ടറി എന്ന നിലക്ക് സ്വാഗതം പറയാൻ എത്തേണ്ടതാണ്. പരിപാടി വൈകുന്നേരമായ പേരോട് ഉസ്താദ് വളരെ സന്തോഷത്തോടെ നമ്മുടെ ഈ മർക്കസ് വാലിയുടെ ധാരാളം പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ ഹദിയ മജ്ലിസ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നമുക്ക് ഹൃദയം നിറയുന്ന വളരെ ഹൃദയസ്പൃക്കായ നിലക്ക് പ്രഭാഷണവും ദുആവും ചെയ്തു തന്നു. ഉസ്താദിൻ്റെ ഉസ്താദായ ഖമറുൽ ഉസ്താദ് അടക്കം ധാരാളം ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകുമാറാവട്ടെ. മണിക്കൂറുകളോളം വഅദ് പറഞ്ഞ് രാവിലെ ദർസ് നടത്തി വിശ്രമമില്ലാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന കോളുകൾ അതെല്ലാം ഓരോരുത്തരും അതിന് അറ്റൻഡ് ചെയ്ത് അവർക്ക് മറുപടി പറഞ്ഞ് ഇതെല്ലാം അവർക്ക് ആഫിയത്തോടെ ദീർഘായുസ് ലഭിക്കുമ്പോഴാണ് വന്യരായ ഉസ്താദിനും കുടുംബത്തിനും അവർക്കും മക്കൾക്കും ശിഷ്യന്മാർക്കും അള്ളാഹു വലിയ തൗഫീഖും ആഫിയത്തും ബറക്കത്തും നൽകുമാറാവട്ടെ എന്ന് നന്ദിയായി പറയുകയാണ്. ഇവിടെ വന്നു ചേർന്ന ജമാഅത്ത് മുഴുവൻ സംഘടനാ കുടുംബത്തിലെ നേതാക്കൾ, പ്രവർത്തകർ, അയൽവാസികൾ, ഈ സ്ഥാപനത്തിൻ്റെ മർക്കസ് വാലിയുടെ അയൽവാസികളായ കുടുംബാംഗങ്ങൾക്കും അല്ലാഹു തആല എല്ലാ